ഗയ്സ്, അപ്പം നമ്മുടെ ഷോപ്പിംഗ് വ്ലോഗിൻ്റെ പാർട്ട് 1 ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പാർട്ട് 2 ആണ്. അപ്പം കാണാൻ ഇഷ്ടമുള്ളവർ പാർട്ട് 1 കണ്ടതിന് ശേഷം പാർട്ട് 2 കാണുക കേട്ടോ. അപ്പോൾ പാർട്ട് 1 ലാസ്റ്റ് ഞാൻ പോയതെന്ന് പറഞ്ഞിട്ടുണ്ട് ടോയ് ട്രെയിനിൽ റൈഡാണ് കേട്ടോ. അതോടുകൂടിയാണ് നമ്മൾ പാർട്ട് 1 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് ഹോട്ടലിലോട്ടാണ് കേട്ടോ. ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിശന്നു. ഇനിയാണ് നമ്മൾ നല്ല രീതിക്ക് ടയേർഡ് ആവാൻ പോകുന്നത്. നമ്മൾ ഇത്രയും നേരം പാർക്കിലും അവിടെ ഇവിടെയൊക്കെ പോയി അതും ഇതുമൊക്കെ കാണുകയൊക്കെ ചെയ്തു. അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ ചിക്പേട്ടിലോട്ട് പോകുന്നത്. അവിടെ നമ്മൾ മാർക്കറ്റിൽ പോവുകയാണ് കേട്ടോ. നമ്മൾ എന്തുവാ ഷോപ്പിങ്ങിന് പോവുകയാണ് കേട്ടോ ചിക്പേട്ടിൽ. അപ്പോൾ അതിന് മുന്നേ വയറൊക്കെ നിറച്ച് ഫുള്ളാക്കിയിട്ട് വേണം പോകാനായിട്ട്. ഒരുപാട് നേരം നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനായിട്ടുള്ളതല്ലേ. അപ്പം അതിനായിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഫുഡൊക്കെ കഴിച്ചു. എല്ലാവർക്കും വേണ്ട കുറേ ഐറ്റംസ് അവിടെ ഉള്ള മെയിനായിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മൾ ട്രൈ ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ എയർലൈൻസ് എന്ന് പറയുന്ന ബാംഗ്ലൂരിലുള്ള ഹോട്ടലിലാണ് കേട്ടോ കയറിയത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ പോയതെന്ന് പറഞ്ഞാൽ കോർണർ ഹൗസിൽ ലഞ്ചിന് ശേഷം നമ്മൾ കോർണർ ഹൗസിൽ പോയി ഐസ്ക്രീം കഴിച്ചു കേട്ടോ. അവിടെ പാർക്കും ഉണ്ടായിരുന്നു. അവിടെയും പിള്ളേർ കുറേ നേരം കളിച്ചു കേട്ടോ. ഐസ്ക്രീം ഞാനാണെങ്കിൽ ഐസ്ക്രീം പാർക്കിൽ അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചെന്നാണ് കേട്ടോ കോരി കൊടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് അവിടുത്തെ സ്പെഷ്യൽ ഒരു ഐറ്റമാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഞാൻ നമ്മുടെ നാട്ടിലൊന്നും ഇതേപോലത്തെ ഒരു ഐസ്ക്രീം കഴിച്ചിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ കളിയും കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചിക്പേട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നേ, കാല് കുത്താനിടയിൽ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ വിചാരിച്ച പോലെയല്ല. എനിക്ക് ഒരുപാട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. ഒരു രക്ഷയില്ലാത്ത തിരക്ക് കേട്ടോ. അപ്പോൾ വേണ്ട ഇത് ഓരോ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല കേട്ടോ. ഇവിടുന്ന് എന്താ പറയുക, അങ്ങ് ഉള്ളിലോട്ട് കയറിപ്പോണ ഇഷ്ടംപോലെ ഐറ്റംസാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത എന്തുവാ പറയുന്നത്, ഇഷ്ടം പോലെ ഐറ്റംസ്. ഇപ്പം എന്തോ ദുർഗാദേവിയുടെ എന്തോ ഒരു ഫംഗ്ഷൻ വരാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയൊക്കെ പറഞ്ഞു തന്നു ഞങ്ങൾക്ക്. അപ്പം ആ ഫംഗ്ഷന് വേണ്ടി ദേവിയെ ഇതുപോലെ ഒരുക്കി നല്ല സുന്ദരിയാക്കി ഒരുക്കി ഇങ്ങനെ വീട്ടിൽ പൂജാ റൂമിലൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു ഷോപ്പാണ് കേട്ടോ, ഇങ്ങനെ എല്ലാ സാധനവും മേടിക്കാനായിട്ടൊക്കെയുള്ള. അപ്പം അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ എടുത്തു. പിന്നെ വേണ്ട നമ്മൾ സാരി മേടിക്കാനായിട്ടാണ് കേട്ടോ കയറിയത്. അപ്പം ഒന്നോ രണ്ടോ സാരി എടുക്കാമെന്ന് പറഞ്ഞ് വന്നിട്ട് നമ്മൾ 9 സാരി എടുത്തുകൊണ്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. അപ്പം അതങ്ങനെ അതൊക്കെ പോയി. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് കേട്ടോ. വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വേണ്ട പിള്ളേർക്ക് നമ്മൾ കിൻഡർ ജോയ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കിൻഡർ ജോയ് എല്ലാവർക്കും ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ട് കേട്ടോ. നിമിഷ നേരം കൊണ്ടാണ്. നമ്മളൊക്കെ എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്യുവാണെങ്കിൽ 2 ദിവസം അല്ലെ 7 ദിവസം 8 ദിവസമൊക്കെ കഴിയണ്ടേ. ഇത് 1 അവറിനുള്ളിൽ വരും കേട്ടോ. അപ്പം നമ്മുടെ അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈല് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗൈസ്, നമ്മൾ ചിക്പേട്ടിൽ പോയി എടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും സാരി എടുത്തു. പിന്നെ കുട്ടികൾക്കുള്ള ഡ്രസ്സ് എടുത്തു. പിന്നെ എന്താ പറയുക, കുറേ ഐറ്റംസ് എടുത്തു കേട്ടോ. ഞാൻ എല്ലാം കൂടി ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബോറടി ആവും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറേയൊക്കെ സ്കിപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അത് ടെക്സ് മാളിലാണ് കേട്ടോ നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത്. അത് പിറ്റേ ദിവസമാണ് കേട്ടോ പോയത്. അപ്പം അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തേക്കുവാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാനും ചേച്ചിയും അവളും പിള്ളേരും കൂടെ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മിയൊക്കെ വന്നു കേട്ടോ, മമ്മി അമ്മയൊക്കെ. അപ്പം നമ്മൾ ആദ്യം തന്നെ ലേഡീസിൻ്റെ അല്ല പോയത്, ജെൻസിൻ്റെ ഐറ്റംസ് എടുക്കാനായിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. പോയിട്ട് ഷർട്ടും അതുപോലെ തന്നെ പാൻസും അതും ഇതുമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇവിടുത്തെ അച്ഛന്മാർക്കെല്ലാവർക്കും ഡ്രസ്സ് എടുത്തു. ഹസ്ബൻഡിന് എടുത്തു. എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടുത്തെ ഡ്രസ്സൊക്കെ. എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു. എനിക്കും എടുത്തു. എന്നിട്ട് നമ്മൾ പിള്ളേർക്കും അമ്മയ്ക്കും എല്ലാവർക്കും എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി കേട്ടോ. അടിപൊളി ഷോപ്പിംഗ് ആയിരുന്നു. ഇവിടെ ഒരുപാട് റേറ്റ് ഇല്ല കേട്ടോ. എന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ്. ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പം മെറ്റീരിയൽസൊക്കെ ഒരുപാടുണ്ട്. ഞാൻ 1-2 മെറ്റീരിയൽസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ വേണ്ടേ നമ്മളിതുപോലെ ബില്ല് അടിക്കാനായിട്ട് അവിടെ കൊണ്ടുപോയി
കൊടുക്കുന്നുണ്ട് കേട്ടോ. ജീൻസിൻ്റെ ഐറ്റംസ്, കാർട്ടൂനൊക്കെ അടിപൊളി മോഡൽ ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. എടുത്തതിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ പറ്റിയില്ല ഗൈസ്. അപ്പോൾ ഹെയർ ക്ലിപ്പും അതുപോലെ തന്നെ ടോയ്സിൻ്റെയൊക്കെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. കുഞ്ഞാ അതിലോട്ട് നോക്കി ഒരു സാധനം പറഞ്ഞു, പിന്നെ അത് ഒരു വയലിൻ പോലെ ഒരു സാധനം, അതിലോട്ട് അത് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.